ഹായ് ഗായ്സ്, എൻ്റെ പേര് ഷാബാസ്. എനിക്ക് 21 വയസ്സായി. ഞാൻ +2 ശേഷം കോളേജിൽ പോയില്ല, മറിച്ച് ട്രേഡിംഗ് പഠിച്ചു, പേഴ്സണൽ ഫിനാൻസ് പഠിച്ചു, ഫിനാൻസ് പഠിച്ചു, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വന്നിരുന്നു, കുറേ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ACCA BCom BA സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഡിഗ്രി ഞാൻ എടുത്തു. ട്രിപ്പിൾ ഡിഗ്രി പറഞ്ഞാൽ ഫൈനൽ ഇയർ ആയി, പേപ്പേഴ്സ് ഇല്ല. 2-3 സ്റ്റാർട്ടപ്പ്സ് തുടങ്ങി, ഫെയിലായി. ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി 2 കമ്പനി ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ കറൻ്റ്ലി ഒരു ബുക്ക് എഴുതി ആൾമോസ്റ്റ് പബ്ലിഷ് ആവാനായി. ഇതൊക്കെയാണ് അപ്പോൾ ഈ കരിയറിൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ചെയ്തത്. അതായത് +2 ശേഷം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ട്രേഡ് ഓഫ് എന്നുള്ള രീതിക്ക് കൊടുത്തത് എൻ്റെ കോളേജ് ലൈഫാണ്. അപ്പോൾ കുറേ ആൾക്കാരായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഓരോ ബിസിനസ്സിൽ കയറാറുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൽ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തോ, ഓരോ ആൾക്കാർ എന്നോട് പറയല്, നീ കോളേജിൽ പോയിട്ടില്ലല്ലോ. അതേമാതിരി കോളേജിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോളേജിൽ പോവാത്ത സാധനം ഇന്ത്യയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്നോട് ആൾക്കാർ പറയാറ്. സോ എൻ്റെ ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ശരിക്കും എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, കോളേജിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? കോളേജിൽ പോയി കഴിഞ്ഞാൽ വാട്ട് വി ആക്ച്വലി ഗെറ്റ്? ഞാൻ ശരിക്കും ട്രേഡ് ഓഫ് ചെയ്തത്, അതായത് കോളേജിൽ പോയില്ല, മറിച്ച് എന്ത് ചെയ്തു, കരിയർ ഫോക്കസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതും, കോളേജ് മിസ് ഔട്ട് ചെയ്താൽ എന്താണ് നഷ്ടം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.